ഹേ ഓൾ, ഹോപ്പ് യു ആൾ ഡൂയിങ് ഗ്രേറ്റ്. ഇന്നെൻ്റെ വീഡിയോയിൽ ഇതുവരെ എൻ്റെ വീഡിയോസിലൊന്നും കാണാത്ത ഒരു സ്പെഷ്യൽ പേഴ്സണൂടെ ഉണ്ട്. ഈ സ്പെഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് എൻ്റെ ഇവിടുത്തെ ഒരു എൻ്റർടൈനറാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് സാറ. ഇവള് ബഹ്റിനിയാണ്. ഞങ്ങൾ ഏകദേശം കൂട്ടു തുടങ്ങിയിട്ട് ഒരു 2 years ആയി. അറ്റ്ലീസ്റ്റ് വീക്ക്ലി ഒരു ട്വൈസെങ്കിലും നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്, ഡിന്നറിന് പോകാറുണ്ട്. കാരണം നമ്മൾ രണ്ടുപേരും കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഗോസിപ്പിൻ്റെ മേളമാണ്. വീക്കിലി നമ്മളെ സ്കെഡ്യൂളൊക്കെ സെയിം ആവുന്ന സമയത്ത് ഞാൻ അവൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് ഞങ്ങളെ സ്ഥിരം കലാപരിപാടിയാണ് ഈ ഫുഡ് സ്പോട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഇവിടുത്തെ ഫുഡ് കഴിച്ച് ഇപ്പം ഞാനൊരു അഡിക്റ്റഡാണ് ഇവിടുത്തെ ഫുഡിൻ്റെ. എക്സാക്ട്ലി വാട്ട് ഇസ് ദിസ്? മീറ്റ് ഫോർ വാട്ട്? ഫോർ beef. Beef only this one? In Arabic said this one? Fresh. This expensive, that's why. നോർമലി നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഗ്രിൽസാണ് ഓർഡർ ചെയ്യാറ്. സൂപ്പർ ടേസ്റ്റിയാണ് ഇവിടുത്തെ ഗ്രിൽസൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം ഇത് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞപ്പം ഞാനും ഓക്കെ പറഞ്ഞു. പക്ഷേ ഇത് കഴിക്കാൻ ഭയങ്കര ക്ഷമ വേണം. We will go one time and eat for my country food. Every time we are trying Arabic, no? No. This one variant of beef. ഉണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോണതേ അറിയില്ല. നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 hours ഇവിടെ തന്നെ ആയിരിക്കും. ഫുഡ് കഴിച്ച് സംസാരിച്ച് പാട്ട് കേട്ട് അങ്ങനെ ഇരിക്കും. സാറിൻ്റെ കൂടെ കൂടേണ്ട ശേഷമാണ് ഞാൻ സാലഡ്സ് കഴിക്കാൻ തുടങ്ങിയത്. അവൾ പറഞ്ഞു ഇങ്ങനെയാണ് കഴിക്കേണ്ടത്, അങ്ങനെയാണ് കഴിക്കേണ്ടത്, ഇങ്ങനെ കഴിക്കുക അങ്ങനെ കഴിക്കുമെന്ന് പറഞ്ഞ് ഇപ്പം എല്ലാം ട്രൈ ചെയ്യാൻ തുടങ്ങി. ഇവർ നമ്മളെപ്പോലെ അധികം സ്പൈസി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കില്ല. ഇവർ ഗ്രില്ലായിട്ടുള്ളതും സാലഡ്സൊക്കെയാണ് അധികം കഴിക്കുക. പക്ഷേ നമ്മളുണ്ടോ ഇടുന്ന് ഞാനിപ്പം സാറിനെയും കൂട്ടി ബിരിയാണിയും അതുപോലെ തന്നെ ബീഫ് വരട്ടിയതും ഒക്കെ കഴിപ്പിക്കാറുണ്ട്. അവളെല്ലാം ട്രൈ ചെയ്യാറുണ്ട്. ബട്ട് മിക്ക ദിവസങ്ങളിലും അറബിക് ഫുഡ് തന്നെയാണ് ട്രൈ ചെയ്യാറ്. കാരണം കൂടുതലാക്കെ അധികം ഇന്ത്യൻ ഫുഡ് വലിയ ഇഷ്ടമില്ല. പിന്നെ നമ്മളിത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. കാരണം നാളെ 2 പേർക്കും മോർണിംഗ് ഡ്യൂട്ടിയാണ്. ഇനി റൂമിൽ പോയിട്ടേ ഒരുപാട് പണിയുള്ളതാണ്. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവസ്ഥ.